ഇന്ന് നമ്മൾ വുളൂഇനെ കുറിച്ച് പറയുന്നത് വുളൂഇന്റെ ഹുക്മ് അഥവാ വുളൂ ചില സമയത്ത് നമുക്ക് വുളൂ എടുക്കൽ ഫർളാകും, ചില സമയത്ത് വുളൂ എടുക്കൽ വാജിബാകും, മറ്റു ചില സമയത്ത് വുളൂ എടുക്കൽ സുന്നത്താകും, വേറെ ചില സമയത്ത് വുളൂ എടുക്കൽ മൻദൂബ് ആകും. അപ്പം മൻദൂബ്, സുന്നത്ത്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ വാളബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ മുടങ്ങാതെ പതിവായി ചെയ്ത കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? സുന്നത്ത് എന്ന് പറയുന്നത്. മൻദൂബ് എന്ന വാക്കിന്റെ അർത്ഥം അതും സുന്നത്ത് എന്ന് തന്നെയാണ്. പക്ഷേ അത് മുത്തുനബി തങ്ങൾ പതിവായി ചെയ്തതല്ല, അത് ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യത്തിനാണ് മൻദൂബ് എന്ന് പറയുന്നത്. അപ്പം വുളൂഇന് 4 അവസ്ഥ. ചിലപ്പോ ഫർളാകും, ചിലപ്പോ വാജിബാകും, ചിലപ്പോ സുന്നത്താകും, ചിലപ്പോ മൻദൂബാകും. അപ്പം ഈ ഹുക്കുമകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നതിന്റെ ഹുക്കുമ്, നമ്മളിപ്പോ ഫർളാകട്ടെ, സുന്നത്താകട്ടെ, വാജിബാകട്ടെ, ഏത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുന്നതിന്റെ ഹുക്കും എന്താണ്? അത് ഫർളാണ്, നിർബന്ധമാണ്. കാരണം അത് ഖുർആനിന്റെ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇദാ ഖുംതും ഇലസ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലിക്കും ഇലൽ കഅബൈനി. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ കൈ, കാൽ, മുഖങ്ങൾ കഴുകുകയും തല തടകുകയും. എങ്ങനെയാണ് തല തടകേണ്ടത്? ബി റുഊസിക്കും, നിങ്ങളുടെ തല, അത് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് തല തടകുകയും ചെയ്യണം. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. കൈ, കാല്, മുഖം, കൈ മുട്ടുവരെയും കാല് ഞെരിയാണി ഉൾപ്പെടെയും കഴുകുകയും, മുഖത്തിന്റെ പരിധി നെറ്റിത്തടത്തിന്റെ തുടക്കം മുതൽ താടിയല്ലിന്റെ താഴ്ഭാഗം വരെ, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ഇത് ഇത്രയും നമ്മുടെ മുഖമാണ്. അപ്പം മുഖം, കയ്യ്, കാല് കഴുകുകയും തല തടകുകയും ചെയ്യണം എന്ന് ഖുർആനിന്റെ കൽപ്പന. അതിന്റെ അർത്ഥം എന്താ? വുളൂ ചെയ്യണം എന്നതാണ് ആ പറഞ്ഞതിന്റെ മഅന. അതേപോലെ ഈ ആയത്ത് ഇറങ്ങിയത് എവിടെയാണ്? പരിശുദ്ധമായ മദീനയിലാണ്. പക്ഷേ വുളൂ നമുക്ക് നിർബന്ധമാക്കിയത്, അള്ളാഹു വുളൂ നമുക്ക് നിർബന്ധമാക്കിയത് പരിശുദ്ധമായ മക്കയിൽ വെച്ചിട്ടാണ്. എപ്പോ? നിസ്കാരം നിർബന്ധമാക്കിയ ആ സമയത്താണ് വുളൂഉം നമുക്ക് നിർബന്ധമാക്കിയത്. നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് നബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ട് നബിതങ്ങൾ ചെയ്തു. അതേപോലെ വുളൂഉം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വുളൂ എടുത്ത് കാണിച്ചു കൊടുത്തു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ട് പഠിച്ച് അതേപോലെ നബിതങ്ങൾ വുളൂ ചെയ്ത് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ വുളൂ എന്ന സംവിധാനം നമ്മളിലേക്ക് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് നമുക്ക് വുളൂ പഠിപ്പിച്ചെന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പൊന്നാര മുത്ത് നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തഹൂരിൻ, വുളൂ ചെയ്യാതെ ഒരാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുളൂ വേണം. അപ്പം വുളൂ ഫർളാണ് നിസ്കാരത്തിന്. അതേപോലെ സവാഉൻ കാനത്തി സ്വലാത്തു ഫർളൻ അം നാഫിലതൻ അം സ്വലാത്ത ജനാസത്തിൻ ഔ കാനത്ത് മിൻ അജ്സാഇ സ്വലാത്തി കസജദത്തി തിലാവത്തി വഗൈരിഹാ മിമ്മാ ഫീ മഅന സ്വലാത്തി. നിസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഫർളായ നിസ്കാരമാകട്ടെ, സുന്നത്തായ നിസ്കാരമാകട്ടെ, ജനാസ നിസ്കാരമാകട്ടെ, നിസ്കാരത്തിന്റെ ഭാഗങ്ങളിൽപ്പെട്ട തിലാവത്തിന്റെ സുജൂദ് പോലെ ആകട്ടെ, നിസ്കാരത്തിന്റെ അർത്ഥത്തിൽ വരുന്ന മറ്റു പലതുണ്ട്. ശുക്റിന്റെ സുജൂദ്, അതിൽ സുജൂദ് മാത്രമേ ഉള്ളൂ.
തിലാവത്തിന്റെ സുജൂദ്, അത് 2 തക്ബീറുകൾക്കിടയിൽ ഒരു സുജൂദ് ചെയ്യുന്നതിനാണ് തിലാവത്തിന്റെ ഖുർആൻ ഓതുമ്പോൾ ഉള്ളൊരു സുജൂദ്. ആ സുജൂദാണെങ്കിലും ഇതിനൊക്കെ വുളു എന്താണ്? നിർബന്ധമാണ്. വുളു ഫർളാണ്. കാരണം ഫഇന്നഹാ ലാ തസിഹു ഇല്ലാ ബിൽ വുളൂഇ, വുളു ഇല്ലാതെ ഇവകളൊന്നും സ്വഹീഹാവുകയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ നിസ്കാരത്തിന് വുളു ചെയ്യൽ അതിന്റെ ഹുക്കം എന്താണ്? ഫർളാണ്. ഒരാൾ ചോദിക്കുക, നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നതിന്റെ ഇസ്ലാമികപരമായ വിധി ഹുക്കുമ് എന്താണ്? അത് ഫർളാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ വയക്ഫുറു മൻ അൻകറ ഫരീളത്തുൽ വുളൂഇ ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യൽ ഫർളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരാൾ പറയാ നിസ്കാരത്തിനിപ്പോ വുളു ഒന്നും വേണമെന്നില്ല. ഇപ്പൊ അങ്ങനൊക്കെ പറയുന്ന ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നിസ്കാരം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. എൻ്റെ നാട്ടിൽ 5 നേരം നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കൃത്യമായി പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിരുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അയാൾ നിസ്കരിക്കുന്നില്ല, അയാൾക്ക് നിസ്കാരം തീരെയില്ല. അപ്പൊ ചോദിച്ചു, അല്ല സുഹൃത്തെ, ഇപ്പൊ നീ എന്താ പള്ളിയിലൊന്നും വരാത്ത? നിസ്കാരമൊന്നുമില്ലല്ലോ. ഓ, നിസ്കാരമൊക്കെ എന്ത്, നിസ്കാരമൊന്നും വേണ്ട. ഞാനൊരു ഷെയ്ഖിനെ കണ്ടു, ആ ഷെയ്ഖ് എന്നോട് പറഞ്ഞു, ആ ഷെയ്ഖിനെ കണ്ടവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖിനെ കണ്ടാൽ പിന്നെ എന്തു വേണ്ട? നിസ്കാരം വേണ്ട. ആ ഷെയ്ഖിനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ചിലർ ഷെയ്ഖിന്റെ ഫോട്ടോ വീട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് ഷെയ്ഖേന്ന് വിളിച്ചാൽ മതി, നിസ്കാരമൊന്നും വേണ്ടെന്നാ. അപ്പൊ ഇങ്ങനെ ചില തോന്നിയവാസികളായ ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നൊരു കാലമാണ് ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉലമാ ഫുഖഹാ പഠിപ്പിച്ചു വെക്കുകയാണ്. എന്താണ്? ആരെങ്കിലും അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ, നിസ്കാരത്തിന്റെ ഫർദ് നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. അത് എത്ര വലിയ ഷെയ്ഖാണെങ്കിലും കുത്തുബാണെങ്കിലും. അള്ളാഹ് നിർബന്ധമാക്കിയ ഒരു സംഗതി ഒരുത്തം പറയാ നിസ്കാരമൊന്നും വേണ്ട, അതൊക്കെ വെറുതെയാണ്, നിസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഷെയ്ഖിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഒരുത്തൻ നിസ്കാരത്തിന്റെ ആ ഫർളിയത്തിനെ നിഷേധിക്കുന്നു, അവൻ കാഫിറാണ്. അത് എത്ര വലിയ ഷെയ്ഖാണെങ്കിലും കുത്തുബാണെങ്കിലും തങ്ങളാണെങ്കിലും ഔലിയാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹ് നിർബന്ധമാക്കിയ സംഗതിയെ അവൻ നിഷേധിക്കുകയാണ്. അതുപോലെ മറ്റൊരാൾ പറയാ നിസ്കാരത്തിന് വുളു ഒന്നും വേണമെന്നില്ല, മനസ്സ് നന്നായാൽ മതി. ഒരാൾ പറയാ മനസ്സ് ശുദ്ധമായാൽ മതി. ഓ, എന്തിനാ ഇപ്പം കയ്യും കാലും മുഖമൊക്കെ കഴുകുന്നേ നിസ്കരിക്കാൻ വേണ്ടി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മനസ്സ് നന്നായാൽ മതി നിസ്കരിക്കാൻ എന്നൊരുത്തൻ പറഞ്ഞു. എന്നാൽ ഫയക്ഫുറു, അവൻ കാഫിറാകും. മൻ അൻകറ ഫരീളത്തുൽ വുളൂഇ ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യൽ ഫർളാണ് എന്ന സംഗതിയെ നിഷേധിക്കുന്നവൻ അവൻ കാഫിറാകും എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ വുളൂ ഫർളാകുന്ന നിർബന്ധമാകുന്ന മറ്റൊരു സംഗതിയുണ്ട്. ലി മസ്സിൽ മുസ്ഹഫി, ഖുർആൻ മുസ്ഹഫ് തൊടാൻ വേണ്ടി. അപ്പൊ മുസ്ഹഫ് തൊടാൻ വേണ്ടി വുളൂ ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. ഒരാൾക്കൊരു മുസ്ഹഫ് എടുക്കണം, അയാൾ വുളു എടുക്കട്ടെ. വുളു ഇല്ലാതെ അയാൾ മുസ്ഹഫ് എടുക്കാൻ പാടില്ല. ഒരു മുസ്ഹഫ് ചുമക്കണമെങ്കിൽ, ഒരു മുസ്ഹഫ് തൊടണമെങ്കിൽ എന്തു വേണം? വുളു വേണം. കാരണം ഖുർആനിന്റെ കൽപ്പന ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയില്ലാതെ ഖുർആൻ തൊട്ടുപോയേക്കരുത്. ഖുർആനിന്റെ കൽപ്പനയാണ്, തൊടാൻ പാടില്ല. അള്ളാന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആൻ അടങ്ങിയ ആ മുസ്ഹഫ് അത് തൊടാനേ പാടില്ല. വുളു ഇല്ലാതെ, ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആൻ തൊടുന്നത് ശുദ്ധിയുള്ളവർ ആകട്ടെ. മുത്തുനബി തങ്ങളുടെ ഹദീസും കാണാം. അള്ളാഹു തആല നമുക്ക് ചിന്തിക്കാൻ പഠിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ ഇനി വുളൂ ചെയ്യൽ വാജിബാകുന്ന ചില സംഗതിയുണ്ട്. അതെന്താണ്? തവാഫ്, പരിശുദ്ധമായ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ വുളൂ ചെയ്യൽ വാജിബാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. വാജിബിനെ നിഷേധിച്ചാൽ കാഫിറാവൂല, പക്ഷെ ചെയ്യൽ നിർബന്ധമാണ്. അതാണ് വാജിബ് എന്ന് പറയുന്നത്. അപ്പൊ തവാഫ് ചെയ്യാൻ വുളൂ എന്താണ്? വാജിബാണ്. പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഇന്നമ തവാഫു സ്വലാത്തുൻ, തവാഫ് എന്ന് പറയുന്നത് അത് നിസ്കാരം പോലെയാണ്.
നിസ്കാരം പോലെയാണ് തവാഫ് എന്ന് പറയുന്നത്. ഫഇദാ തുഫ്തും ഫഅഖില്ലുൽ കലാമ, നിങ്ങൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് ദിക്റും സ്വലാത്തുമൊക്കെ ആയിട്ട് ദുആയുമായിട്ട് നിങ്ങൾ തവാഫ് ചെയ്യുവിൻ. പൊന്നാര മുത്തുനബി തങ്ങളുടെ കൽപ്പനയാണ്. എന്തേ അങ്ങനെ പറയാ? ഇന്നിപ്പോ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്ന ആളുകൾക്ക് കാണാം എന്താണ്, തവാഫ് ചെയ്യുന്ന ചില ആളുകൾ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈല് അത് ലൈവ് ഇടുകയാണ്. വീട്ടിലിരിക്കുന്നവർ കാണാൻ വേണ്ടി ലൈവായി വീട്ടിലിരിക്കുന്ന ആളുകളെയും കണ്ടുകൊണ്ട് ഇങ്ങനെ മൊബൈൽ പിടിച്ച് ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ധിക്കാരമാണ്, എന്തൊരു ധിക്കാരമാണ്. നല്ല മുഅ്മിനത്തുകളായ പതിവ്രതകളായ സ്ത്രീകൾ അവർക്ക് മുഖം വെളിവാക്കാൻ മറയ്ക്കാൻ പാടില്ലാത്ത ഒരു സന്ദർഭമാണ്. തവാഫ് ചെയ്യുന്ന സമയത്ത് മുഖം മറയ്ക്കാൻ പാടില്ല, മുഖം വെളിവാക്കണം. അപ്പം അവരാ മുഖം വെളിവാക്കി ഇബാദത്ത് ചെയ്യുകയാണ്, തവാഫ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ ചങ്ങാതി മൊബൈലും പൊക്കി പിടിച്ച് ഇങ്ങനെ ലൈവ് ഇടുന്നത് തവാഫ് ചെയ്യുന്നതിനിടയിൽ. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒക്കെ മുഖം അതിൽ പതിയുന്നു. ആരാണോ വീട്ടിലിരുന്ന് കാണുന്നത് അവരൊക്കെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹറാമ് ചെയ്യുകയല്ലേ, മറ്റൊരാളുടെ ശരീരം പ്രദർശിപ്പിക്കുകയല്ലേ. അതും പരിശുദ്ധമായ തവാഫിന്റെ ഇടയിൽ കഅബയുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തൊരു അസംബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മുത്തു മുഅ്മിനീങ്ങൾ, ഇത് നാം നന്നായി മനസ്സിലാക്കണം. അപ്പം തവാഫ് ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്യൽ എന്താണ്? അത് വാജിബാണ്. അപ്പം നിസ്കാരം പോലെയാണ് തവാഫ്. നിസ്കാരത്തിന് വുളൂ ഫർളാണ്, ആ തവാഫിന് വുളൂ വാജിബും ആണ്. ഇനി സുന്നത്ത് ആകും, വുളൂ എടുക്കൽ സുന്നത്താകും. എപ്പോഴാണെന്നറിയോ? ലിന്നൗമി, ഉറങ്ങാൻ വേണ്ടി വുളൂ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. എത്രയോ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നു. ഏതെങ്കിലും രാത്രി അല്ലെങ്കിൽ എത്രയെങ്കിലും രാത്രി നമ്മൾ വുളൂ ചെയ്തിട്ടുണ്ടോ? വുളൂ ചെയ്യൽ ഒരു ഇബാദത്താണ്. ഉറങ്ങുന്നതിന് മുമ്പ് വുളൂഓടുകൂടി കിടക്കണം. ലിഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ അതൈത മൽജഅക, നീ നിന്റെ വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി നീ ചെല്ലാൻ ഉദ്ദേശിക്കുമ്പോ നിസ്കരിക്കാൻ വേണ്ടി നീ വുളൂ ചെയ്യും പോലെ നല്ല ഒരു വുളൂ നീ ചെയ്യണം. എന്നിട്ട് നിന്റെ വലതുഭാഗം ചരിഞ്ഞ് നീ കിടക്കണം. എങ്ങനെയാണ് കിടക്കേണ്ടത് എന്ന് പോലും മുത്ത് നിബിധങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വുളൂ എടുത്തിട്ട് വന്ന് വലതുഭാഗം ചരിഞ്ഞ് കിടക്കണം. ശാസ്ത്രീയമായി പറയുന്നുണ്ട്, മനുഷ്യന്റെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കാൻ കഴിയും വലതുഭാഗം ചരിഞ്ഞു കിടന്നാൽ. ഇത് അള്ളാന്റെ റസൂല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലതുഭാഗം ചരിഞ്ഞു കിടക്കണം അല്ലേ? പുരുഷന്മാര് കമഴ്ന്ന് കിടക്കാൻ പാടില്ല, സ്ത്രീകൾ മലർന്ന് കിടക്കാനും പാടില്ല. അത് കറാഹത്താണ്. അങ്ങനത്തെ കിടത്തം അള്ളാഹ് വെറുത്ത കിടത്തമാണ്. പിന്നെ എങ്ങനെയാണ് കിടക്കേണ്ടത്? വലതുഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ട് കിടക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ കിടന്നിട്ട് നീ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക ഫവ്വദതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്ന ആ ഒരു ദുആ നീ ചെയ്യണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ, പടച്ചവനെ, അസ്ലംതു വജ്ഹി ഇലൈക, ഞാൻ എൻ്റെ മുഖത്തെ നിന്നിലേക്ക് മുന്നിടിയിക്കുന്നു റബ്ബേ. അസ്ലംതു, ഞാൻ മുസ്ലിമായി അല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കുന്നു എൻ്റെ ശരീരത്തെ നിന്നിലേക്ക്. ഫവ്വദതു അംരി ഇലൈക, എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക, എല്ലാ ആഗ്രഹങ്ങളും
എല്ലാ പ്രതീക്ഷകളും നിന്നിലേക്ക് വെച്ചുകൊണ്ട് എൻ്റെ ശരീരഭാഗത്തെ നിന്നിലേക്ക് ഇതാ ഞാൻ ചരിച്ചു വെക്കുന്നു. നിന്നിൽ നിന്നല്ലാതെ രക്ഷപ്പെടാൻ എനിക്ക് വേറെ ഒരു മാർഗമില്ല. നീയാണ് എനിക്ക് രക്ഷ, നീയാണ് എനിക്ക് രക്ഷ എന്ന് പറഞ്ഞ് റബ്ബേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ പൊന്നാര മുത്തുനിബിതങ്ങളെ കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു എന്ന ആ സുന്ദരമായ ആ ദുആ നടത്തിയിട്ട് വേണം നീ കിടക്കാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇൻ മുത്ത മിൻ ലൈലതിക ഫഅന്ത അലൽ ഫിത്രതി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയാൽ, ആ ഉറക്കത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയാൽ ഉറപ്പായും സ്വർഗത്തിൽ പോകാൻ നമുക്ക് കഴിയും. ശരിയായ മുസ്ലിമായി മരിക്കാൻ നമുക്ക് കഴിയും. ശരിയായ മുസ്ലിമായി മരിച്ചവരിൽ നമ്മളെ ചേർക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ വുളൂ ചെയ്യൽ സുന്നത്താണ്. എപ്പോ? ഉറങ്ങാൻ വേണ്ടി വുളൂ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വുളൂ ചെയ്യണം. വുളൂ ചെയ്യാൻ നമുക്കെന്തേ മടി? ഒരു വുളൂ ചെയ്യാൻ നമുക്കെന്തേ മടി? വുളൂ ചെയ്യണം. കൃത്യമായി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വുളൂ. അതിന് എത്ര സമയം? ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. അപ്പം വുളൂ ചെയ്തിട്ട് കിടക്കാതെ സുന്നത്താണ്. അതേപോലെ ചില സ്ഥലങ്ങളിൽ വുളൂ ചെയ്യൽ മൻദൂബാണ്. ചില സ്ഥലങ്ങളിൽ വുളൂ ചെയ്യൽ എന്താണ്? മൻദൂബാണ്. എപ്പോ? അഖിബൽ ഗളബി. ഒരാൾക്ക് കഠിനമായ ദേഷ്യം വന്നു. ദേഷ്യം വന്നാൽ ഉടനെ വുളൂ ചെയ്യൽ സുന്നത്താണ്. എന്താ പറഞ്ഞ? ദേഷ്യം വന്ന ഉടനെ. നമുക്കൊക്കെ ദേഷ്യം വരും. ദേഷ്യമില്ലാത്ത മനുഷ്യന്മാരാരുണ്ടെന്ന് ചോദിച്ചാൽ ഞാനുണ്ടെന്ന് കൈവക്കാൻ പറ്റൂല. ഞാനടക്കം നമുക്കെല്ലാവർക്കും ദേഷ്യം വരും, അല്ലേ? ദേഷ്യം വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? ഒരു വുളൂ ചെയ്യൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ. ഗളബ്, ദേഷ്യം, അത് ശൈത്താനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഗളബ്, ദേഷ്യം എന്താണ്? ശൈത്താനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. വ ഇന്ന ശൈത്താന ഖുലിഖ മിനന്നാർ. ശൈത്താൻ തീയിൽ നിന്നാണ് ശൈത്താനിനെ പടയ്ക്കപ്പെട്ടത്. അവൻ ദേഷ്യം ശൈത്താനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ശൈത്താനാണെങ്കിലോ തീയിനാൽ പടയ്ക്കപ്പെട്ടതാണ്. വ ഇന്നമാ തുത്ഫിഉൻ നാറ ബിൽ മാഇ. തീയിനാൽ പടയ്ക്കപ്പെട്ട ശൈത്താനിന്റെ സ്വഭാവമാകുന്ന ദേഷ്യത്തെ അണയ്ക്കാൻ പറ്റും. ബിൽ മാഇ, വെള്ളം കൊണ്ട് തണുപ്പിക്കാൻ പറ്റും. എത്ര കഠിനമായ കോപമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതിനെ അണയ്ക്കാൻ കഴിയും. വുളൂ കൊണ്ട്, വുളൂ ചെയ്യൽ കൊണ്ട് അതിനെ അണയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഫഇദാ ഗളിബ അഹദുക്കും, നിങ്ങൾ ആർക്കെങ്കിലും അമിതമായ ദേഷ്യം വന്നാൽ ഫൽയതവല്ല, നിങ്ങൾ വുളൂ ചെയ്തു കൊള്ളട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്. അപ്പം ദേഷ്യം വരുന്ന ആള് വുളൂ എടുക്കൽ എന്താണ്? സുന്നത്താണ്. അതേപോലെ ബഅദൽ ഖഹഖഹതി ഖാരിജസ് സ്വലാത്തി. നിസ്കാരത്തിന്റെ പുറത്ത്, നിസ്കാരത്തിലല്ലാത്തപ്പോൾ ഒരാൾ അമിതമായി പൊട്ടിച്ചിരിക്കൽ, അതും ഇബ്ലീസിന്റെ സ്വഭാവം. അമിതമായി കടകടാന്ന് ശബ്ദമുണ്ടാക്കി ചിരിക്കുക. നിസ്കാരത്തിന്റെ പുറത്ത്, നിസ്കാരത്തിലാണെങ്കിൽ വുളൂ മുറിഞ്ഞു പോകും. നിസ്കാരത്തിൽ ഒരാൾ പൊട്ടിച്ചിരിച്ചാൽ എന്താണ്? വുളൂ മുറിഞ്ഞു പോകും. അങ്ങനെയുണ്ട് ഹനഫി മദ്ഹബിൽ. അപ്പൊ നിസ്കാരത്തിന്റെ പുറത്ത് ഒരാൾ പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിയുടെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ചിരിയുടെ ശേഷം പെട്ടെന്ന് പോയി ഒരു വുളൂ ചെയ്യണം. അത് സുന്നത്താണ്. അതേപോലെ വലിൽ ജുലൂസി ഫിൽ മസ്ജിദി, പള്ളിയിൽ ഇരിക്കാൻ, നിസ്കരിക്കാനൊന്നുമല്ല, അയാൾ പള്ളിയിലേക്ക് വെറുതെ ഒന്ന് ഇരിക്കാൻ വേണ്ടി, ഒരു സമാധാനത്തിന് വെറുതെ ഇരിക്കാൻ വേണ്ടി കയറി. ആ പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി വുളൂ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനിബിതങ്ങളെ ഞാൻ കണ്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, മുത്തുനിബിതങ്ങളെ ഞാൻ കണ്ടു. തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, മുത്തുനബി നല്ല ഒരു വുളൂ എടുത്തിട്ട് സുമ്മ ഖാല, നബിതങ്ങൾ പറഞ്ഞു, മൻ തവല്ലഅ വുളൂഇ ഹാദാ, ഞാൻ ഈ എടുത്തതുപോലെ നല്ല ഒരു വുളൂ,
നിങ്ങളിൽ ആരെങ്കിലും എടുത്തിട്ട് സുമ്മ അത്തൽ മസ്ജിദ എന്നിട്ട് പള്ളിയിൽ കയറി ഫറകഅ ഫീഹി റകഅതൈനി 2 റകഅത്ത് ആ വുളൂഇന്റെ നനവ് ഉണങ്ങുന്നതിന് മുന്നേ ഒരു 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ മുമ്പ് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ വുളൂ ചെയ്തതിന്റെ പേരിൽ 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം, അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഒരാള് വെറുതെ പള്ളിയിൽ കയറി, വെറുതെ കയറി, നിസ്കരിക്കാനൊന്നുമല്ല, വെറുതെ കയറിയതാണ്. അങ്ങനെ കയറുന്ന ഒരാൾ വുളൂ എടുത്തിട്ട് കയറിയാൽ അതിനും വലിയ പ്രതിഫലമാണ്, അത് സുന്നത്താണ്. അതേപോലെ വേഗം പറഞ്ഞു വിടുകയാണ്. അതേപോലെ വലിയ അശുദ്ധി ഉള്ള ഒരാള്, അയാള് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചു, യുരീദു അഖിലൻ ഔ ഷർബൻ ഔ നൗമൻ ഔ ജിമാഅൻ ആഖറ. വലിയ അശുദ്ധി എങ്ങനെയാണ്? വലിയ അശുദ്ധി സ്വപ്നസ്ഖലനങ്ങൾ കൊണ്ട് വലിയ അശുദ്ധി ഉണ്ടാകാം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ വലിയ അശുദ്ധിയാകാം. അപ്പോ ഈ രൂപത്തിൽ ഏതോ രൂപത്തിൽ എന്താണ് അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്. വലിയ അശുദ്ധി ഉണ്ടായാൽ ഉടനെ കുളിക്കൽ എന്താണ്? സുന്നത്തുമാണ്. വലിയ ശുദ്ധിക്കാരനായിട്ട് ഇങ്ങനെ കഴിയാൻ പാടില്ല. രാത്രി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് രാവിലെ കുളിച്ചിട്ടില്ല, ഉച്ചയാകുന്നത് വരെ ഇങ്ങനെ കിടന്നുറങ്ങിയും ഒക്കെ കഴിച്ചുകൂട്ടി ഉച്ചയ്ക്കാണ് കുളിച്ചത്. അതെന്തൊരു തെറ്റാണ്. മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. വലിയ അശുദ്ധിക്കാരന്റെ അരികിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കുകയില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായിരിക്കവേ എങ്ങാണം മരണപ്പെട്ടു പോയാൽ റഹ്മത്തിന്റെ മലക്കുകൾ ആവുകയില്ല, അവന്റെ ആത്മാവിനെ പിടിക്കുക അദാബിന്റെ മലക്കുകളായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതല്ലേ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം കുളിച്ചോവർ. ഒരൊറ്റ രാത്രി നല്ല തണുത്ത് വിറയ്ക്കുന്ന രാത്രി. ആ രാത്രി ഒരൊറ്റ രാത്രി 40 തവണ ജനാബത്ത് വലിയ അശുദ്ധി ഉണ്ടായി. ആർക്ക്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ആ 40 വട്ടം ജനാബത്തുണ്ടായി. ഓരോ തവണ ജനാബത്തുണ്ടാകുമ്പോഴും മഹാനവറുകൾ പോയി കുളിച്ചിട്ട് വന്നു. വീണ്ടും ജനാബത്തുണ്ടായി, വീണ്ടും കുളിച്ചിട്ട് വന്നു. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. നല്ല കോരി വിറയ്ക്കുന്ന തണുപ്പുള്ള സമയത്താണ്. എന്നിട്ട് പോലും മഹാനവറുകൾ ആ സുന്നത്തിനെ ഹയാത്താക്കുകയാണ്. മഹാനവറുകൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുളിച്ചാൽ മതി, കുളിക്കൽ നിർബന്ധമാണ്. കുറച്ച് കഴിഞ്ഞാലും കുളിക്കൽ എന്താണ്? നിർബന്ധമാണ്. പക്ഷേ ജനാബത്തുകാരനായിട്ട് കഴിച്ചുകൂട്ടിക്കൂടാ. അതുകൊണ്ട് വേഗം കുളിക്കണം, സുന്നത്താണത്, അങ്ങനെ കുളിക്കൽ സുന്നത്താണ് എന്ന് കരുതി 40 തവണയും മഹാനവറുകൾ കുളിക്കുകയാണ്. അപ്പോ ജനാബത്ത് വലിയ അശുദ്ധി ഉണ്ടായ ഒരാൾ, അയാൾ ആ ജനാബത്ത് ഉണ്ടായിരിക്കവേ അഥവാ വലിയ അശുദ്ധി ആയിരിക്കവേ അയാൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും എന്ന് ഹദീസിൽ കാണാം. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. 18 കാര്യങ്ങൾ കൊണ്ട് ദാരിദ്ര്യം വന്നുകൂടും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് എന്താണ്? അൽ അക്ലു വശുർബു ജുനുബൻ. ജനാബത്തുകാരനായി വലിയ അശുദ്ധി ഉള്ള ആളായി തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൂടുന്നതാണ് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ രാത്രി ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടോ അല്ലാതെ അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, അയാൾ കുളിച്ചില്ല, രാവിലെ നാസ്ത കാപ്പി കുടിച്ചു കുളിക്കാതെ, ദാരിദ്ര്യമുണ്ടാകും. അപ്പോൾ ഉടനെ കുളിക്കണം, അത് സുന്നത്താണ്. അപ്പം ഇനി ഒരാൾക്ക് കുളിക്കാൻ പറ്റിയില്ല, അയാൾക്ക് ഭക്ഷണം നല്ല വിശപ്പുണ്ട്, ഭക്ഷണം മുമ്പിൽ വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ വേണം. അപ്പൊ അയാൾ എന്ത് വേണം? ഒരു വുളു എടുത്തിട്ട് വന്ന് അയാൾ എന്ത് ചെയ്യട്ടെ? ആ ഭക്ഷണം കഴിക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ ജനാബത്തുകാരനായി ഒരാൾക്ക് തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ട് വുളു എടുക്കൽ എന്താണ്? സുന്നത്താണ്.
ഇത് നാം പഠിച്ചു വെക്കേണ്ടുന്ന ഒരു മസലയാണ്. കഴിവിന്റെ പരമാവധി ജനാപത്തുണ്ടായ ഉടനെ തന്നെ കുളിച്ച് ഫ്രഷാവലാണ് വേണ്ടത്. ജനാപത്തുകാരനായിരിക്കവേ ഭക്ഷണം കഴിക്കല്, ജനാപത്തുകാരനായിരിക്കവേ വെള്ളം കുടിക്കല് ദാരിദ്ര്യമുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മാർഗമാണ്, ജനാപത്തുണ്ടായ ഒരാള് അയാൾ ഒരു വുളു എടുക്കട്ടെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടോ അയാൾ വുളു എടുത്തുകൊള്ളട്ടെ. ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വിശദമായി പഠിക്കുന്നുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതേപോലെ വുളു എടുക്കൽ സുന്നത്ത് അഖിബൽ ഖതായ വദ്ദുനൂബി സഗായിരി. ഈ ചെറിയ ചെറിയ തെറ്റുകൾ, പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും തെറ്റുകളും ചെയ്യാത്തവർ ആരാണ്? നമ്മളൊക്കെ അമ്പിയാക്കന്മാരോ മലക്കുകളോ ഒന്നുമല്ല. അമ്പിയാക്കൾ അവർക്ക് തെറ്റുകൾ ചെയ്യാൻ കഴിയില്ല, അവർ മഅസൂമിങ്ങളാണ്. മലായിക്കത്തുകൾ തെറ്റുകൾ ചെയ്യുകയേ ഇല്ല. അപ്പോ മനുഷ്യരാകുന്ന സാധാരണക്കാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ്, അല്ലേ? നാഴികയ്ക്ക് 40 വട്ടം 400 തെറ്റ്. കണ്ണുകൾ കൊണ്ട് കാണുന്നു, കാതുകൾ കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് പറയുന്നു, കൽബ് കൊണ്ട് ചിന്തിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. അപ്പം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഉടൻ തന്നെ പശ്ചാത്താപ മനോഭാവത്തോടുകൂടി പടച്ചവനെ ഞാൻ ചെയ്തു പോയല്ലോ, നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന ആ ഒരു മനോഭാവത്തോടുകൂടി ഒരു വുളൂ ചെയ്താൽ ലി അന്നഹു യുകഫിറുഹ, ആ പാപത്തെ, ആ വുളൂ പൊറുപ്പിക്കുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബിതങ്ങളുടെ ഹദീസിൽ കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, നല്ല പൂർണ്ണമായ രൂപത്തിൽ ഒരാൾ ഒരു വുളൂ ചെയ്ത് ആ വുളൂ ചെയ്യുമ്പോൾ ഖറജത്ത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ അതിങ്ങനെ പുറപ്പെടുന്നതാണ്, ആ വെള്ളത്തോടുകൂടി പുറപ്പെട്ടു പോകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം അവിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരു അടിമ വുളൂ ചെയ്യുമ്പോൾ ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ല ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഇ, അവൻ മുഖം കഴുകുന്ന നേരത്ത് അവന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട തിന്മകളൊക്കെ ആ ഓരോ തുള്ളി വെള്ളം ഇറ്റ് വീഴും തോറും ആ വെള്ളത്തിനോടൊപ്പം കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങളും കൊഴിഞ്ഞു പോകുന്നതാണ്. ആ വെള്ളത്തിലൂടെ വെള്ളം ഒഴുകി ഇങ്ങനെ ഓരോ തുള്ളികൾ ഇറ്റ് വീഴും തോറും അതിലൂടെ അവന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ അതേ ഇറ്റുപോകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, فإذا غسل يديه خرج من يديه كل خطيئة كان بطشتها يداه مع الماء. കൈ കഴുകുമ്പോൾ, വുളൂ ചെയ്യുമ്പോൾ കൈ കഴുകുന്ന നേരത്ത് ആ കൈ കൊണ്ട് ഏതെല്ലാം തിന്മകൾ പിടിച്ചിട്ടുണ്ടോ ആ തിന്മകളൊക്കെ അതിലൂടെ ഒഴുകിപ്പോകുന്നു. അതേപോലെ കാല് കഴുകുമ്പോൾ കാലുകൾ കൊണ്ട് നടന്ന് ഏതെല്ലാം തിന്മയിലേക്ക് പോയിട്ടുണ്ടോ ആ തിന്മകളൊക്കെയും പൊറുക്കപ്പെടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ യഖ്റുജു നഖിയ്യം മിനദ്ദുനൂബി, അവൻ സർവ്വ തിന്മകളിൽ നിന്നും പരിശുദ്ധനായി തീരുന്നതാണ് വുളൂ. നമ്മൾ നോക്കുമ്പോൾ കൈയും കാലും മുഖവും കാലും മാത്രമേ നമ്മൾ കഴുകുന്നുള്ളൂ എങ്കിലും ആ വുളൂഇന് ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ പവറുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ വുളൂ ചെയ്യൽ സുന്നത്താണ് ലിഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി വുളൂ എടുക്കൽ എന്താണ്? സുന്നത്താണ്. ഖുർആൻ ഓതാൻ എന്ന് പറഞ്ഞാൽ മുസ്ഹഫ് എടുത്ത് വെച്ച് ഓതാനല്ല. ഒരാൾക്ക് യാസീൻ സൂറത്ത് കാണാതെ അറിയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്ത് കാണാതെ അറിയാം, അയാൾ കാണാതെ തന്നെ ഓതുകയാണ്. ആ ഓതുന്ന ആൾക്ക് വുളൂ നിർബന്ധമില്ല, പക്ഷേ വുളൂ എടുക്കൽ സുന്നത്താണ്. അയാൾ മുസ്ഹഫ് കൈകൊണ്ട് തൊടുമ്പോഴാണ് വുളൂ നിർബന്ധമാകുന്നത്. കാണാതെ ഈ സൂറത്ത് ആയത്തുൽ കുർസി ആണെങ്കിലും ഖുൽ ഹുവല്ലാഹ് ആണെങ്കിലും ഒരു ചെറിയ സൂറത്താണെങ്കിൽ പോലും അത് ഓതുന്നതിന് വേണ്ടി വുളൂ എടുക്കൽ എന്താണ്? അത് സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ അത് വ്യക്തമായി കാണാം.
അതേപോലെ ഇൽമിൻ്റെ മജ്ലിസിൽ, ദിക്റിൻ്റെ മജ്ലിസിൽ അതേപോലെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ വുളൂ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. ഒരാൾ ഇൽമ് പഠിക്കാൻ വേണ്ടി, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൽമ് പറഞ്ഞു തരികയാണ്, ഇത് പറയുന്ന എനിക്ക് വുളൂ ഉണ്ടാകണം. പഠിക്കാൻ വേണ്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എന്ത് വേണം? വുളൂ ഉണ്ടാകൽ. അത് സുന്നത്താണ്. അതേപോലെ നമ്മൾ ദിക്ർ ചൊല്ലുകയാണ്, എന്തെങ്കിലും ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാ, അതുപോലെ ഏതെങ്കിലും ദിക്റുകൾ ചൊല്ലുകയാണ്, റാത്തീബ് ഓതുന്നു, ഹദ്ദാദ് ഓതുന്നു, ഇതിനൊക്കെ വുളൂ എടുക്കൽ എന്താണ്? സുന്നത്താണ്. അതേപോലെ സ്വലാത്ത് ചൊല്ലുന്നു, അതിനു വേണ്ടി വുളൂ എടുക്കൽ എന്താണ്? സുന്നത്താണ്. ഒരു ഇൽമു കേൾക്കുന്ന ഒരു മജ്ലിസിലേക്ക്, ഒരു വഅദ് നടക്കുന്ന മജ്ലിസിലേക്ക് പോവുകയാണ്, ആ സദസ്സിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു വുളൂ എടുത്തിട്ട് പോകൽ എന്താണ്? സുന്നത്താണ്. അപ്പം വുളൂ എടുക്കൽ ഫർളായ രൂപം, വുളൂ എടുക്കൽ വാജിബായ രൂപം, വുളൂ എടുക്കൽ സുന്നത്തായതും മൻദൂബായതുമായ രൂപങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഹനഫി ഫിഖ്ഹ് പഠന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല ചിന്തിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാം.